നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ട്രേഡർമാർ മാത്രം സ്ഥിരമായി ലാഭമുണ്ടാക്കുന്നത്, മറ്റുള്ളവർ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുന്നത്? അതിന്റെ ഉത്തരം ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ ലളിതമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്. ഹയർ ടൈം ഫ്രെയിമുകളുടെ ശക്തി എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ട്രേഡിംഗ് മാത്രമല്ല, മാർക്കറ്റിനെ നിങ്ങൾ കാണുന്ന രീതി തന്നെ മാറും. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഇത് വെറുമൊരു ട്രേഡിംഗ് ടിപ്പല്ല, ഇതൊരു മുന്നറിയിപ്പാണ്, ഒരു പാഠമാണ്, അതിലുപരി മാർക്കറ്റിന്റെ ഗതി മനസ്സിലാക്കാനുള്ള ഒരു താക്കോലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരുമിച്ച് ഈ 6 സ്റ്റെപ്പുകളിലൂടെ ഒന്ന് പോയി നോക്കാൻ പോവാണ്. സാധാരണ റീറ്റെയിൽ ട്രേഡർമാർക്ക് എവിടെയാണ് പിഴയ്ക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രൊഫഷണലുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. മിക്ക ട്രേഡർമാരും, ഒരുപക്ഷെ നിങ്ങളും, കരിയറിന്റെ തുടക്കത്തിൽ വീണുപോകുന്ന ഒരു കെണിയെപ്പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കേ, 5 മിനിറ്റിന്റെ ചാർട്ടിൽ ഒരു അടിപൊളി ബ്രേക്കൗട്ട് കാണുന്നു. നമ്മൾ ചാടിക്കേറി ഒരു ട്രേഡ് എടുക്കുന്നു. അടുത്ത നിമിഷം എന്തുണ്ടാവും? നേരെ തിരിച്ചുവന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചുപോകും. എന്തുകൊണ്ടാണിത് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ചെറിയ ടൈം ഫ്രെയിമുകളിൽ നിങ്ങൾ കാണുന്ന ഓരോ ചലനവും ഒരു യഥാർത്ഥ അവസരമാകണമെന്നില്ല. അതിൽ പലതും വലിയ കളിക്കാർ ഒരുക്കിവെച്ച കെണികൾ മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കഠിനമായി തോന്നാം, പക്ഷെ ഇതാണ് സത്യം. മാർക്കറ്റിന്റെ വലിയൊരു ചിത്രം നമ്മുടെ കയ്യിലില്ലാതെ ഈ ചെറിയ ചലനങ്ങളെ മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നത്, അത് കണ്ണും പൂട്ടി വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. അത് ട്രേഡിംഗ് അല്ല, വെറും ഊഹക്കച്ചവടം. ശരി, ഇതുവരെ നമ്മൾ പ്രശ്നത്തെപ്പറ്റിയാണ് സംസാരിച്ചത്. ഇനി നമുക്ക് അതിന്റെ പരിഹാരത്തിലേക്ക് വരാം. ഈ കളിയുടെ റൂൾസ് തന്നെ മാറ്റാൻ കഴിവുള്ള ഒരൊറ്റ കാര്യത്തിലേക്ക്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ മാർക്കറ്റിനെ കാണുന്ന രീതി തന്നെ അങ്ങ് മാറും. ഇതൊരു അഭിപ്രായമല്ല, ഇത് മാർക്കറ്റിലെ ഒരു നിയമമാണ്, ഒരു തരം ഗ്രാവിറ്റി പോലെ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ അവഗണിക്കാം, പക്ഷേ അതിന്റെ പ്രത്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഓർക്കുക, മാർക്കറ്റിലെ ഏത് തീരുമാനത്തിന്റെയും അവസാന വാക്ക് ഹയർ ടൈം ഫ്രെയിമിനാണ്. ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കൂ. ഇവിടെ 2 വഴികളുണ്ട്, 2 തരം ചിന്താഗതികളുണ്ട്. നിങ്ങളിതിൽ ഏത് സൈഡിലാണ് നിൽക്കാൻ പോകുന്നത്? പ്രൊഫഷണലുകൾ എപ്പോഴും മാർക്കറ്റിന്റെ ആ വലിയ ഒഴുക്കിനൊപ്പം നീങ്ങുന്നു. എന്നാൽ അമച്വർമാരാണെങ്കിലോ ആ ഒഴുക്കിനെതിരെ നീന്താൻ നോക്കി അവസാനം മുങ്ങിപ്പോകുന്നു. മാർക്കറ്റിലെ ഒരു ബോസ് ഉണ്ട്, ശരിക്കും ഒരു ബോസ്. ആ ബോസ് പറയുന്നതാണ് താഴെയുള്ളവരെല്ലാം കേൾക്കുന്നത്. അപ്പോ ഈ ഒരു അധികാരശ്രേണി, അതായത് ഹൈറാർക്കി, മനസ്സിലാക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആ ഒരു ഹൈറാർക്കി എന്താണെന്ന് നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളൊരു ചെറിയ തോണിയിൽ കടലിലാണ്. ഒരു ഭയങ്കര വേലിയേറ്റം നിങ്ങളെ വലത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇടത്തോട്ട് തുഴഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇവിടെ ഈ വേലിയേറ്റമാണ് മന്ത്ലി ചാർട്ട്, നിങ്ങളെ തുഴച്ചിലാണ് 5 മിനിറ്റ് ചാർട്ട്. അതുകൊണ്ട് ആദ്യം വേലിയേറ്റം എങ്ങോട്ടാണെന്ന് നോക്കുക, എന്നിട്ട് മാത്രം തുഴയെടുക്കുക. ഇതൊരു തമാശയല്ല, ഇതാണ് പച്ചയായ യാഥാർത്ഥ്യം. മന്ത്ലി ചാർട്ട് താഴേക്കാണ് പോകുന്നതെങ്കിൽ 5 മിനിറ്റ് ചാർട്ടിൽ കാണുന്ന ഒരു ചെറിയ ബൈ സിഗ്നലിന് ആ വലിയ ട്രെയിനിനെ നിർത്താൻ പറ്റില്ല. മാർക്കറ്റിലെ ആ ഭീമൻ ശക്തികളോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഹയർ ടൈം ഫ്രെയിം ചാർട്ടുകളെ വെറുതെ കുറച്ചു വരകളും ക്യാൻഡിൽസുമായി കാണരുത്. ഇതൊരു മാപ്പാണ്. സ്മാർട്ട് മണി, അതായത് വലിയ വലിയ സ്ഥാപനങ്ങൾ അവരുടെ കോടിക്കണക്കിന് രൂപ എവിടെയാണ് നിക്ഷേപിക്കുന്നത് എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു നിധിവേട്ടയുടെ മാപ്പ്. നമുക്ക് ആ മാപ്പൊന്ന് വായിക്കാൻ പഠിക്കാം. ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് പ്രൈസ് ഭയങ്കരമായി റിയാക്ട് ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവിടെ വലിയ ഓർഡറുകൾ പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ടാവാം. ഈ ഓർഡർ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് വലിയ കളിക്കാർ വിട്ടുപോയ കാൽപ്പാടുകളാണ്. പ്രൈസ് വീണ്ടും അങ്ങോട്ട് വരുമ്പോൾ അവർ വീണ്ടും ആക്റ്റീവ് ആവാൻ നല്ല സാധ്യതയുണ്ട്. മാർക്കറ്റിന് എപ്പോഴും ഒരു ബാലൻസ് ഇഷ്ടാണ്. വില പെട്ടെന്ന് മുകളിലേക്കോ താഴേക്കോ പോകുമ്പോൾ അവിടെ ചില ഗ്യാപ്പുകളുണ്ടാകും. ഇതൊരു കാന്തം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അൽഗോരിതങ്ങൾ പ്രൈസിനെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി തിരിച്ചങ്ങോട്ട് വലിച്ചെടുപ്പിക്കും. ഹയർ ടൈം ഫ്രെയിമിലെ ഈ ഗ്യാപ്പുകൾ പ്രൈസിന്റെ അടുത്ത ലക്ഷ്യങ്ങളായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണോ വെക്കുന്നത്, അവിടെയാണ് ലിക്വിഡിറ്റി. സ്ഥാപനങ്ങൾക്ക് അവരുടെ കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകൾ നല്ല വിലയ്ക്ക് വാങ്ങാനും വിൽക്കാനും ഈ ലിക്വിഡിറ്റി കൂടിയേ തീരൂ. സത്യം പറഞ്ഞാൽ അവർ നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡർമാരുടെ സ്റ്റോപ്പ് ലോസുകളെ ഒരു ഇന്ധനം പോലെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കേ, അപ്പോ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അല്ലേ? ഇത് എങ്ങനെ ഒരു പ്രൊഫഷണലിനെ പോലെ എല്ലാ ദിവസവും നമ്മുടെ ട്രേഡിംഗിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതാ നിങ്ങളുടെ ഗെയിം പ്ലാൻ. ഓരോ ടൈം ഫ്രെയിമും ഒരു കഥയുടെ ഓരോ ഭാഗമാണെന്ന് വിചാരിക്കുക. മന്ത്ലി ചാർട്ട് ആ നോവലിന്റെ തീം എന്താണെന്ന് പറയും. വീക്ക്ലി ചാർട്ട് അതിന്റെ ഓരോ അധ്യായങ്ങൾ തരും. ഡെയിലി ചാർട്ടാണെങ്കിൽ പാരഗ്രാഫുകളും.
ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നിങ്ങൾക്ക് ആ മുഴുവൻ കഥയും മനസ്സിലാവുക. ഈ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച്, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പവർ. ഇനി പറയാൻ പോകുന്ന നിയമങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ബൈബിളായിട്ട് തന്നെ കണ്ടോളൂ. ഇവ ഒരിക്കലും ഒരു കാരണവശാലും ലംഘിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ അക്കൗണ്ടിനെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ്. ഓർക്കുക, ക്ഷമയാണ് ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. പക്ഷെ ഏറ്റവും പാടുള്ള ഭാഗം ഇനി വരാൻ പോകുന്നതേയുള്ളൂ. അത് മാർക്കറ്റിനെ ജയിക്കുന്നതിലല്ല, മറിച്ച് നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതിലാണ്. ശരിയായ അറിവുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് മിക്കവരുടെയും പരാജയകാരണം. ഈ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, എന്റെ തീരുമാനങ്ങൾ ഏത് കോളത്തിൽ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ ഇമോഷൻസ് ആണോ നിങ്ങളെ ഭരിക്കുന്നത്, അതൊരു കൃത്യമായ സിസ്റ്റമാണോ? നിങ്ങളുടെ ട്രേഡിംഗ് ജേർണൽ ഒന്ന് മറിച്ചു നോക്കിയാൽ മതി, ഉത്തരം അവിടെയുണ്ടാകും. അതുകൊണ്ട് തന്നെ അടുത്ത തവണ മാർക്കറ്റ് ചെറുതായി ഒന്ന് താഴോട്ട് വരുമ്പോഴേക്കും പേടിച്ച് എക്സിറ്റ് ആവുന്നതിന് പകരം ഒന്ന് സൂം ഔട്ട് ചെയ്ത് വലിയ ചിത്രം നോക്കുക. ഹയർ ടൈം ഫ്രെയിമിലെ കഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കൂളായിട്ടിരിക്കുക, നിങ്ങളുടെ പ്ലാനിൽ വിശ്വസിക്കുക. ട്രേഡിംഗിലെ യഥാർത്ഥ എഡ്ജ് എന്ന് പറയുന്നത് എന്തോ ഒരു രഹസ്യ ഇൻഡിക്കേറ്ററോ ഫോർമുലയോ ഒന്നുമല്ല. അതൊരു ശീലമാണ്. പെർഫെക്റ്റായ അവസരം വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു ശീലം. ആ ഒരു അച്ചടക്കം മാത്രം മതി നിങ്ങളെ 90% ട്രേഡർമാരിൽ നിന്നും വേറിട്ട് നിർത്താൻ. അപ്പൊ ചോദ്യം വളരെ ലളിതമാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സമുദ്രമാണ്. അതിന് അതിൻ്റെതായ ഒരു ഒഴുക്കുണ്ട്. നിങ്ങൾ ആ ഒഴുക്കിനൊപ്പം നീന്തി ലക്ഷ്യസ്ഥാനത്തെത്തുമോ, അതോ അതിനെതിരെ നീന്തി തളർന്നു പോകുമോ? തീരുമാനം അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തുക.